ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്നു നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 72 അക്രൂരാഗമനം ശ്ലോകം 5. ഭൂയ ക്രമാദഭിവിശൻ ഭവതംഘ്രിപൂതം വൃന്ദാവനം ഹരവിരിഞ്ച സുരാഭിവന്ദ്യം ആനന്ദമഗ്ന ഇവ ലഗ്ന ഇവ പ്രമോഹേ കിം കിം ദശാന്തരമവാപന പങ്കജാക്ഷ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ഭൂയ ക്രമാത് അഭിവിശൻ ഭവത് അംഘ്രി പൂതം വൃന്ദാവനം ഹര വിരിഞ്ച സുരാഭിവന്ദ്യം ആനന്ദ മഗ്ന ഇവ ലഗ്ന ഇവ പ്രമോഹേ കിം കിം ദശാന്തരം അവാപ ന പങ്കജാക്ഷ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഭൂയ ക്രമാത് വീണ്ടും പടിപടിയായി, ഭവതംഘ്രിപൂതം അങ്ങയുടെ കാലടികൾ പതിഞ്ഞു പരിശുദ്ധമായ, ഹരവിരിഞ്ച സുരാഭിവന്ദ്യം ശിവൻ ബ്രഹ്മാവ് ദേവന്മാർ എന്നിവരാൽ വന്ദിക്കപ്പെടുവാൻ യോഗ്യമായ, വൃന്ദാവനം വൃന്ദാവനത്തെ അഭിവിശൻ പ്രവേശിച്ചവനായി, ആനന്ദമഗ്ന ഇവ ആനന്ദത്തിൽ മുഴുകിയവനാണെന്നു തോന്നത്തക്ക വിധം, പ്രമോഹേ വലിയ മയക്കത്തിൽ, ലഗ്ന ഇവ ലയിച്ചവനെ പോലെ ഇരിക്കുന്നവനായ അക്രൂരൻ, കിം കിം ദശാന്തരം ഏതെല്ലാം അവസ്ഥകളെയാണ്, പങ്കജാക്ഷ കൃഷ്ണ ന അവാപ പ്രാപിക്കാഞ്ഞത്. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ഭൂയ ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം, അവിടെ വിസർഗമുണ്ട്. ക്രമാദഭിവിശൻ ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭവതംഘ്രിപൂതം ഭ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. ഭവതംഘ്രി ഖ്രി എന്നുള്ള അക്ഷരം ഊന്നി പറയണം. വൃന്ദാവനം ദ എന്നുള്ളത് നാ ദ എന്നാണ്. വൃന്ദാവനം ഹരവിരിഞ്ച സുരാഭിവന്ദ്യം ഹരവിരിഞ്ച ഞ്ച എന്നുള്ളത് ഞാ ച എന്നാണ്. സുരാഭിവന്ദ്യം ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഇവിടെയും വന്ദ്യം എന്നുള്ളതിന് നാ ദ എന്നാണ്. വന്ദ്യം നവള ചിഹ്നം മുർക്കം, അതൊക്കെ ശ്രദ്ധിച്ചോളൂ. ആനന്ദമഗ്ന അവിടെയും വിസർഗമുണ്ട്. ആനന്ദ ന്ദ നാദ് എന്നാണ്. ആനന്ദമഗ്ന ഗ ന എന്ന് ചേർത്തിട്ട് ആനന്ദമഗ്ന അവിടെ വിസർഗം. ഇവ ലഗ്ന ഇവിടെ അതേപോലെ ഗ ന ചേർത്തിട്ട് ഇവ പ്രമോഹേ കിം കിം ദശാന്തരമവാപ പങ്കജാക്ഷ ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭൂയ ക്രമാദഭിവിശൻ ഭവതംഘ്രിപൂതം വൃന്ദാവനം ഹരിവിരിഞ്ച സുരാഭിവന്ദ്യം ആനന്ദമഗ്ന ഇവ ലഗ്ന ഇവ പ്രമോഹേ കിം കിം ദശാന്തരമവാപന പങ്കജാക്ഷ. അടുത്തത് 6ാമത്തെ ശ്ലോകം. പശ്യന്നവന്തത ഭവത് വിഹൃതി സ്ഥലാനി പാംസുഷ്വേഷ്ടത ഭവച്ചരണാങ്കിതേഷു കിം ബ്രൂമഹേ ബഹുജനാ ഹി തദാഭിജാതാ ഏവം തു ഭക്തി തരളാ വിരളാ പരാത്മൻ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. പശ്യൻ അവന്തത ഭവത് വിഹൃതി സ്ഥലാനി പാംസുഷ്വേഷ്ടത ഭവത് ചരണാങ്കിതേഷു കിം ബ്രൂമഹേ ബഹുജനാ ഹി തദാപി ജാതാ ഏവം തു ഭക്തി തരളാ വിരളാ പരാത്മൻ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. പശ്യൻ വൃന്ദാവനം കണ്ടിട്ട്, ഭവത് വിഹൃതി സ്ഥലാനി അങ്ങയുടെ ലീലാരാമങ്ങളായ സ്ഥലങ്ങളെ, അവന്തത വന്ദിച്ചു, ഭവച്ചരണാങ്കിതേഷു അങ്ങയുടെ പാദങ്ങൾ പതിഞ്ഞ, പാംസുഷു പൊടികളിൽ, അവേഷ്ടത കിടന്നുരുണ്ടു, പരാത്മൻ പരാത്മസ്വരൂപൻ,
കിം ബ്രൂമഹേ ഞങ്ങൾ എന്തു പറയട്ടെ, തദാപി അപ്പോഴും, ബഹുജനങ്ങൾ, ജാതാ ഹി ജനിച്ചുവെങ്കിലും, ഏവം ഇപ്രകാരം, ഭക്തിതരള ഭക്തിവിവശന്മാരാകട്ടെ, വിരള വളരെ കുറവാണ്. പശ്യൻ അവന്തത ചേർത്തിട്ട് പശ്യന്നവന്തത എന്നുള്ളത് നാദ് എന്നാണ്. ഭവത് വിഹൃതി സ്ഥലാനി ചേർത്തിട്ട് ഭവദ്വിഹൃതി സ്ഥലാനി. നമുക്ക് പിരിച്ചിട്ടും ചൊല്ലാം ഇത്. ഭവത് വിഹൃതി സ്ഥലാനി. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സ്ഥലാനി എന്നുള്ളതിൻ്റെ സ്ഥ എന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. പാംസുഷു അവേഷ്ടത ചേർത്തിട്ട് പാംസുഷ്വവേഷ്ടത ഭവച്ചരണാങ്കിതേഷു. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കിം ബ്രൂമഹേ ബഹുജന. ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ഹി തത് അഭി ദ എന്നുള്ളത് ദയിലത്തെ. ജാതാ ഏവം തു ഭക്തി തരള. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭക്തി എന്നുള്ളത് കാത്ത എന്നാണ്, ഒട്ടും മൂന്നരുത്. വിരള അവിടെ വിസർഗം. പരാത്മൻ ത് മ എന്നാണ്, മ എന്നുള്ളത് പരാത്മൻ. പശ്യന്നവന്തത ഭവദ്വിഹൃതി സ്ഥലാനി പാംസുഷ്വവേഷ്ടത ഭവച്ചരണാങ്കിതേഷു. കിം ബ്രൂമഹേ ബഹുജനാ ഹി തദാഭിജാതാ ഏവം തു ഭക്തിതരളാ വിരളാ പരാത്മൻ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.